തുണി എടുക്കണായിരുന്നോ? തികയോ? കുറച്ചുകൂടെ എടുക്കണോ തേങ്ങ? മതിയാകും. നമ്മളെ കല്യാണത്തിന് പോകണം. ഓ, ഇവിടെ വന്ന് അവതരിപ്പിച്ച് ഒടിച്ച് മടക്കി വിട്ടോളൂ. പാലക്കാടെന്ന്? എനിക്കതല്ല, ആ ചെറുക്കന്റെ സംസാരമേ കേട്ടിട്ട് എനിക്ക് വേറെ അവളുടെ കൂട്ടുകാരൻ. ആ ചെറുക്കന്റെ കാറിലാണ് പാലക്കാട് പോകാൻ പ്ലാൻ ചെയ്തേക്കണേ. അമലോ? അമല്. മറ്റേ വർത്താനം കേട്ടല്ല ഒറ്റ വെച്ച് അടിച്ചു കൊടുക്കാൻ തോന്നുന്നു. ഇപ്പോഴത്തെ പിള്ളേർ ഒരുമാതിരി മറ്റേ ഭാഷ ഉണ്ടല്ലോ, ഉടായിപ്പൊന്നൊക്കെ. എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു നോക്കണേ. നമ്മുടെ കാലത്താണെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് പറയാനുള്ള ധൈര്യം കാണും. എവിടെയെങ്കിലും പോണെങ്കില്ല മനസ്സ് വെച്ചോണ്ടിരിക്കും, വിഴുങ്ങും ആഗ്രഹത്തിന്. ഓഹോ, അപ്പം ഈ പ്രായത്തിൽ നിനക്കും ഇങ്ങനെ കറങ്ങി നടക്കുന്ന പ്ലാൻ ഉണ്ടായിരുന്നല്ലേ? ഓ, ആഗ്രഹം മാത്രമല്ല, ഞാൻ ലോകം മൊത്തം കറങ്ങുകയും ചെയ്ത് ഇപ്പോഴും കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കണേ. ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞ ചുമ്മാ ഇരിക്കണ അണ്ണ ചേട്ടത്തിൽ അടിപൊളിക്കൊണ്ടിരിക്കുമ്പോ പെണ്ണ് ബാഗ് കൊടുത്തോണ്ട് പോകണം. അവളെവിടെ ഇരിക്കണേ? ഫ്രണ്ട് ഇരിക്കുന്നു. ഞാനൊരു കാര്യം ചെയ്യട്ടാ, ഇത്തിരി തഞ്ചത്തിൽ അവളത്തൊന്ന് സംസാരിച്ച് നോക്കട്ടാ. ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്തൊക്കെ നൈസായിട്ടൊക്കെ ഡീൽ ചെയ്യണമെന്നാണ് പറയണത്. അവരുടെ ഭാഷ അങ്ങനെയല്ലേ, നൈസ് ഡീലിങ്സ്. സംസാരിച്ച് നോക്കട്ടെ. ഓക്കെ. കുട്ടാ പിണങ്ങിയിരിക്കണോ? ഇങ്ങോട്ട് നോക്ക്. നോക്കിയാ എന്താണ് നിന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഇതിനൊക്കെ ആരെങ്കിലും പിണങ്ങിയിരിക്കോ? അലമ്പ് പിള്ളേരെ കൂടെ വിടാത്തോണ്ടാണോ? ഓ, ഏതെങ്കിലും വീട്ടുകാർ വിടുന്നു എനിക്ക് തോന്നുന്നുണ്ടാ? ഞാൻ അവരോട് അല്ലാതെ പിന്നെ വേറെ ആരോടെ പോവാൻ? മക്കളെ അറിഞ്ഞു വെച്ചോണ്ട് അപകടത്തിലേക്ക് ഏതെങ്കിലും വീട്ടുകാർ തള്ളി വിടുവോ? പിന്നെ അപകടം. എടി, ഈ ഏരിയയിൽ എവിടെയെങ്കിലും ആണെങ്കിൽ വിടായിരുന്നു. ഇത് എത്ര ദൂരെയാണ്, എത്ര മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ എത്തുന്നത്? ധന്യയുടെ കല്യാണമൊന്നും അല്ലല്ലോ, ധന്യയുടെ ചേച്ചിയുടെ കല്യാണമല്ലേ. നമുക്ക് ധന്യയുടെ കല്യാണത്തിന് പോവാം. മക്കൾ അവളെ വിളിച്ചിട്ട് സോറി ഒക്കെ പറ. എന്റെ സന്തോഷം എല്ലാരും കൂടെ നശിപ്പിച്ചപ്പോ സമാധാനമായല്ല. മക്കളെ, അപകടമുള്ള പിള്ളേരെ കൂടെ പോണതിലാണ് നിന്റെ സന്തോഷം വരുന്നത്. അതെന്തോന്ന് സന്തോഷം? നമ്മുടെ വാവക്കുട്ടി നീയല്ലേ, നീ ഇങ്ങനെ പിണങ്ങിയിരിക്കുമ്പോ ഒരു സുഖമില്ലടി. ഓ, പിന്നെ സുഖമില്ല. ഞാൻ കരഞ്ഞാലും വിഷമിച്ചാലും നിങ്ങൾക്ക് ഒന്നുമില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. നീ അങ്ങനെയൊന്നും പറയല്ലേ. നീ ഇച്ചിരിയൊക്കെ ബുദ്ധിയുള്ള കൊച്ചായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറയോ? എനിക്ക് അമ്മയുടെ തോന്നുന്നു സംസാരിക്കില്ല. അപ്പൊ അങ്ങനെ പറയല്ലേ, അമ്മയ്ക്ക് വിഷമാവും. ഓ, അമ്മയ്ക്ക് വിഷമാവട്ടെ. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല, പക്ഷെ ഈ ഒരു സന്തോഷത്തിന് വേണ്ടി വിട്ടിട്ട് എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആരും ഉത്തരം പറയും? നിങ്ങൾ നേരത്തെ ഗണിച്ചറിഞ്ഞു എനിക്ക് അപകടം ഉണ്ടാവും. എടി, ഈ കാര്യത്തിലൊക്കെ റിസ്ക് എടുക്കാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യ്, കൂളാവ്. നമുക്കേ എവിടേക്കോ കറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നുണ്ട്, മാമനും അച്ഛനും അപ്പവും ഒക്കെ കൂടെ ചേർന്നിട്ട്. ഞാൻ നിങ്ങളോട് ഒരിടത്തും പറഞ്ഞില്ല. ഞാൻ എന്റെ കൂടെ കുറവാണ്. മക്കളെ, മുഖവും വലിച്ചു കയറ്റി വെച്ചോണ്ട് പോണ്. ഓ, ഭയങ്കര ദേഷ്യം. ഭയങ്കര ദേഷ്യം. പറഞ്ഞിട്ടുള്ളൂ, ഒതുങ്ങുന്നില്ലേ? എവിടെ അടുക്കണില്ല. ആ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെന്ന് സംസാരിച്ചു നോക്കട്ടെ. ഞാൻ ഒരു റൗണ്ട് കഴിഞ്ഞ് തോറ്റ് തുന്നമ്പാടി ഇരിക്കെ തന്നെ. മക്കളെ, മിഠായി വാങ്ങിച്ചു കൊടുത്തു, ഒന്ന് സോപ്പിട്ട് നോക്കാം. ഇത് മുട്ടായിൽ ഒതുങ്ങണ കേസാണെന്ന് എനിക്ക് തോന്നണില്ല. മാമ ശ്രമിച്ചു നോക്കൂ. പക്ഷേ നോക്കട്ടെ. എന്താ പറഞ്ഞു? മകളെ, എന്ത് വന്ന് പറഞ്ഞിരിക്കണ? ഇങ്ങോട്ട് നോക്കി, ഇതെന്തിനു നോക്ക്. അല്ലേ? എനിക്ക് കാണാം. ആ മക്കളെ, എന്തിനാ ഇങ്ങനെ കയറി പറഞ്ഞിരിക്കുന്നത്? എന്തോന്ന് അറിഞ്ഞൂടെ? ഓ, കല്യാണത്തിന് കൊണ്ടുപോകാത്തോണ്ടായിരിക്കല്ലേ? അതെ. ആ മക്കളെ, അവന്റെ ഫോൺവിളി ശരിയല്ല, അതുകൊണ്ടല്ലേ അപ്പൊ അങ്ങനെ അവിടെ പറഞ്ഞത്. ഓ, പിന്നെ ഫോൺ ശരിയല്ല. അപ്പൊ കേട്ടപ്പോ തന്നെ മനസ്സിലായി. എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോണേ? അച്ഛനും അമ്മ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്ക്. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞില്ലേ, കുറച്ചൊക്കെ സ്വാതന്ത്ര്യം തന്നൂടെ എനിക്ക്? നിനക്കിവിടെ ആരാണ് സ്വാതന്ത്ര്യം തരാത്തത്? പിന്നെ എനിക്കിവിടെ ഭയങ്കര സ്വാതന്ത്ര്യം തന്നെ തരണേ. ആൺപിള്ളേർക്ക് എന്തും ചെയ്യാം, എന്നാ പെൺപിള്ളേർക്ക് ഒന്നും ചെയ്തുകൂടാ. ഞാൻ ആൺപിള്ളേരുടെ കൂടെ മാത്രം ഒന്നല്ല പോണത്, എന്റെ കൂടെ അമൃതയും അമ്മുവും മരിയും ഒക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ വീട്ടിലൊന്നും ഇല്ലാത്ത പ്രശ്നം തോന്നി ഇവർക്ക്? ഇത് മക്കളെ, അത് തെറ്റായി തോന്നിക്കൊണ്ടല്ലേ പോണ്ടാന്ന് പറഞ്ഞത്. അപ്പു ഒന്നും പറയണ്ട. അപ്പു അവരെ കൂട്ടാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, അപ്പുവിനൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വേണം. അപ്പുവിന് മൊബൈൽ റീചാർജ് ചെയ്യാൻ ഞാൻ വേണം. മൊബൈൽ ഫോണിനകത്ത് ഒരു നമ്പർ സേവ് ചെയ്യാൻ ഞാൻ വേണം. പക്ഷെ എനിക്കൊരു ആവശ്യം വന്നപ്പോ അപ്പു എന്റെ കൂടെ ഇല്ല. ആരും അപ്പുല്ലെന്ന്? അപ്പു ഇല്ലെന്ന് ഞാൻ അത് ഉള്ളതല്ലേ പറഞ്ഞത്. അതിപ്പോ ഇത്രയും പ്രശ്നം അപ്പുവിന്റെ കാര്യം പിന്നെയും സഹിക്കാം. ആ തത്വം പറയുന്ന ആളെയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നത്. അതാര്? അപ്പുവിന്റെ മോൻ
രാമനാ ആ രാമൻ. അവൻ ചുമ്മാ വളവളാ പറയും, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ആ, രാമങ്ങളെ മാത്രം കുറ്റം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാരും അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഇത് വേണ്ട എനിക്ക്. എന്തോ അപ്പൊ വേണ്ട പറഞ്ഞില്ലേ? നോക്കടേ, ഞാൻ നീ തിന്നില്ലെങ്കിൽ ഞാൻ തിന്നും. ഞാൻ ഇത് കൊണ്ടുപോകും കേട്ടാ, കൊണ്ടുപോട്ടാ ഞാൻ കൊണ്ടുപോവാം. പിന്നെ മഞ്ജു മേടിച്ചു അങ്ങ് പോവാണ്. പിന്നെ ഞാൻ ഇത് മേടിച്ചു എന്ന് വിചാരിച്ച് ഞാൻ ക്ഷമിച്ചെന്നല്ല അർത്ഥം കേട്ടാ. ശരി ശരി. ഓക്കെ ശരി. എവിടെയായിരുന്നു മോൾ ഇത്രയും നേരം? ഇവിടെ കൊണ്ടുവരുന്നു. കാര്യമായിട്ട് തിന്നുന്നുണ്ടല്ലോ. തിന്നുന്നുണ്ട്. ഓ ടായ്. പോകുന്ന കാര്യം എന്തായി? പോകുന്ന കാര്യം ഒന്നും ആയില്ല. ഞാൻ പോയാലും പോയില്ലെങ്കിൽ നിനക്ക് തരി. നമുക്കൊന്നും ഇല്ലേ. രാവിലെ എന്തൊക്കെയോ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചല്ലോ. നമ്മൾ ഒരാള് നോക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടി തിരിച്ച് നമ്മൾ അവരെ നോക്കുന്നുണ്ടോ എന്നൊക്കെ എന്തൊക്കെയോ ചോദിച്ചല്ലോ. നീ ചോദിച്ചു. അവൻ നിന്നെ നോക്കുന്നുണ്ടോ? അവ എന്നെ നോക്കുന്നുണ്ട്. നിനക്ക് എന്ത്? എനിക്കൊന്നുമില്ല. ഒന്നുമില്ലേ. നമ്മുടെ ഐഡിയ അങ്ങോട്ട്. ദൈവമേ, എന്റെ ഒരു ദുരിതം ആലോചിക്കണേ. അകത്തുനിന്ന് അവിടെ കുറയണം. ഇവിടെയാണെങ്കിൽ മൂദേവി. നീ ഇത്ര ചൂടാവാന്നായിരിക്കുന്നു. ചൂടാവും. എനിക്ക് ദേഷ്യം പറഞ്ഞോണ്ട്. പോവാൻ പറ്റാത്തതല്ലേ? അത് കാണിച്ചോ? എനിക്ക് ഒന്നും കാണിക്കോ. തിന്നു 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 തിന്നു. അവിടെ നിന്ന് ചുമ്മാ കോക്കറാണിക്കാതെ ഇവിടെ വാങ്ങോ അങ്ങോട്ട്. താടാ കേട്ടാ, എന്താണാവോ? വെറുതെ വന്നതടി. എന്താണ് കാര്യം? സ്വന്തം ചേച്ചി അങ്ങ് വഴക്ക് പറഞ്ഞ് കൊല്ലുന്ന കണ്ടല്ലോ അമ്മൂമാരെ പോലെ. എടുത്തോണ്ട് ഓരോന്നിങ്ങനെ വന്നോളൂ. എന്റെ ദൈവം. പിന്നെ ഈ പെമ്പിളരിങ്ങനെ പിന്നാറ്റുന്ന അത്ര നല്ല സ്വഭാവമല്ല. അവിടെയും പെമ്പിളർക്ക് കുറ്റം. ആമ്പിള്ളേർക്ക് എന്തും ചെയ്യാം. ഇതുപോലെ പറയണ കുറെ ആമ്പിള്ളേർക്ക് ഇവിടെ കൂട്ടായിട്ട് കുറെ പെമ്പിളരുണ്ട്. എന്നെ നോക്കണേ. ഇത് പെമ്പിളരെ കുറ്റം പറഞ്ഞൊന്നുമല്ല. എന്റെ അണ്ണൻ 2 പെമ്പിളരെ ഉള്ളൂ. അല്ലെ റിങ്കൂട്ട, അവരെ കാര്യം പറഞ്ഞു. അല്ല ആമ്പിളരെ ചെയ്യാന്നൊന്നും പറഞ്ഞില്ലല്ലോ. സ്നേഹം വേണ്ട. ഒന്നും വേണ്ട. 2 ടൺ സ്നേഹമായിട്ടാണ് ഞാൻ വന്നത്. വേണ്ട അല്ലേ? വേണ്ട. അപ്പൊ ഞാൻ എന്റെ മൂത്ത മോക്ക് കൊടുത്തോളാം. നീ എന്താ അങ്ങോട്ട് ദേഷ്യപ്പെട്ടെ? എനിക്ക് ഇഷ്ടമുള്ളത് രാവിലെ തൊട്ട് തുടങ്ങിയതല്ലോ. എന്തോ ഒന്നും മിണ്ടായിരിക്കോ? കോള് പറഞ്ഞു എനിക്ക്. ഞാനാരണോ? ഹലോ, എന്ത്? സർ. മരിയും അമ്മു എന്റെ ഫ്രണ്ട്സാണ് സാർ. അച്ഛനാ? അച്ഛൻ ഇവിടെ ഉണ്ട്. കൊടുക്ക സാർ. ഇപ്പൊ കൊടുക്കാം. ആര്?